ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഛത്തീസ്ഗഡിൽ IED സ്ഫോടനത്തിൽ 4 ജവാന്മാർ വീരമൃത്യു വരിച്ചു. കാങ്കർ നാരായൺപൂർ അതിർത്തിയിലാണ് സ്ഫോടനമുണ്ടായത്. റഷീദ് ബിൻ മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. റഷീദ്, ജവാന്മാർക്ക് എങ്ങനെയാണ് വീരമൃത്യു ഉണ്ടായത്? ഒപ്പം തന്നെ ഈ സ്ഫോടനം എപ്പോഴാണ് ഉണ്ടായത്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ തുടരുന്നുണ്ടോ? മഹേഷ്, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ അതിർത്തി മേഖലയിൽ IED സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഫോടനത്തിലാണ് ഇപ്പോൾ 4 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ നക്സലേറ്റുകൾ സ്ഥാപിച്ചിരുന്ന IED സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നക്സലേറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അതിർത്തി മേഖലകളിൽ സുരക്ഷാ സേന പരിശോധന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടങ്ങളിൽ സുരക്ഷാ സേന പരിശോധന നടത്തുകയും ഇത്തരത്തിൽ IED സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നക്സലേറ്റുകൾ സ്ഥാപിച്ചിരുന്ന IED ആണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇൻസ്പെക്ടർ സഖുറാം വെട്ടി, കോൺസ്റ്റബിൾമാരായിട്ടുള്ള കൃഷ്ണ ക്രോമ, സഞ്ജയ് ഗഡ്ഫാലെ എന്നിവർക്കാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പർമാനന്ദ് ഖോംറ എന്നറിയപ്പെടുന്ന ജവാനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മഹേഷ്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.